അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഷായരിന്റെ പ്രത്യേകതകളാണ്. ഇന്നലെ എടുത്ത ക്ലാസിന്റെ ഒരു രത്ന ചുരുക്കമന് ഖുലാസ അമിയ പേഷ് കർനെ ജാ രഹേ ഹേ. നോക്കാം, നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫൈസ് അഹമ്മദ് ഫൈസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നിർബന്ധമായിട്ട് ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന് പറയുമ്പോൾ മൂപ്പരുടെ കവിതയെ കുറിച്ചുള്ള ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും വരേണ്ടതാണ്. എന്തൊക്കെയാണ് ആ ചന്ദ് ഹുബിയ? ചന്ദ് ഹുബിയ ചില കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം, നോക്കാം. ഉൻകി റൊമാനവി മിസാജിനെ ഉൻകോ യേത് ഇൻകലാബി ഷായർ ഹോനെ നഹീ ദിയാ. അദ്ദേഹത്തിന്റെ റൊമാന്റിക് സ്വഭാവമില്ല, നേച്ചർ ഇല്ല. റൊമാന്റിക് നേച്ചർ എന്ന് പറഞ്ഞാല് റൊമാന്റിക് നേച്ചർ അത് അദ്ദേഹത്തെ എന്തില്ല, റൊമാന്റിക് നേച്ചർ അദ്ദേഹത്തെ എന്തില്ല. ഉൻകോ ഇത് മുക്കമ്മൽ പറഞ്ഞോ, മുക്കമ്മൽ ഇവിടെ വേണ്ടോ. മുക്കമ്മൽ ഇൻകലാബി ഷായർ ഹോനി നെയ്തിയ. മുക്കമ്മൽ പറഞ്ഞാല് ഒരു പെർഫെക്റ്റ് ആയ ഒരു വിപ്ലവ കവി ആക്കാൻ അനുവദിച്ചില്ല. ഹോനെ നെയ്തിയ എന്ന് പറഞ്ഞാല് ആക്കാൻ അനുവദിക്കുക, അനുവദിച്ചു. ഹോനെ നെയ്തിയ എന്ന് പറഞ്ഞാലോ ആവാനതിയില്ല. ഒരു പൂർണ്ണമായ ഒരു വിപ്ലവ കവിയാവാൻ അദ്ദേഹത്തിന്റെ അനുവദിച്ചില്ല. നമ്മൾ പറഞ്ഞു ഇന്ന് ഈ വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, വിപ്ലവ കവിതകളുടെ പ്രത്യേകത എന്താണ്? അവർ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അവരെന്താവുന്നതാണ് തന്റെ കവിതകളിലൂടെ വളരെ ലളിതമായിട്ട് വിവരിക്കും. എങ്ങനെ ജനങ്ങൾക്ക് പെട്ടെന്ന് കേട്ടാൽ ഇന്നതാണ് സംഗതി എന്ന് സാധാരണക്കാരനും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമായിരിക്കും ഇത്. അവര് ആ രീതിയിൽ അവരെന്ത് ചെയ്യുക, പറയുക. പക്ഷെ ഫൈസ് അഹമ്മദ് ഫൈസ് പിന്നെ ഇൻഖിലാബി ഷായറിന്റെ മറ്റേ പ്രത്യേകത എന്താണ്? ഇൻഖിലാബി ഷായറിന്റെ ഒന്നുപോലെ എന്ത് ചെയ്യുക, ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ കറന്റ് ഇഷ്യൂ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ എന്താണ് തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ജനസംഖ്യാ നിയന്ത്രണത്തെ കുറിച്ചിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലെ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ പോലെ ലളിതമായിട്ട് തന്നെ തങ്ങളുടെ കവിതകളിൽ വിവരിക്കും. പിന്നെ പോരാത്തതിന് പിന്നെ ഇൻഖിലാബി ഷായറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവരെന്താവുന്നതാണ് നിലവിലുള്ള വ്യവസ്ഥിതി ഇല്ലേ. ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, വിപ്ലവം എന്നല്ല അർത്ഥം. എന്ത് വിപ്ലവം എന്ന് പറഞ്ഞാല് തസ്നി എന്താ വിപ്ലവം എന്ന് പറഞ്ഞാൽ? വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ നമ്മൾ നിലവിലുള്ള വ്യവസ്ഥിതി ഇല്ലേ, അതായത് നമ്മളെ ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, നമ്മളെ ഭരണ സംവിധാനം ആയിക്കോട്ടെ, ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പുത്തൻ സംവിധാനം. അതിലെന്തായാലും എല്ലാവരും തുല്യരായിരിക്കണം. എല്ലാവരും പാവപ്പെട്ടവനായിരിക്കും പണക്കാരൻ, എല്ലാവരും തുല്യ അവകാശം, എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യം, എല്ലാവർക്കും എന്ത് ചെയ്യണം നമ്മളുടെ വിഭവങ്ങളൊക്കെ ഒരേമാതിരി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം. അതുപോലെ തന്നെ പാവപ്പെട്ടവനെ എല്ലാവർക്കും ഉയർന്ന് പിന്നെ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള എല്ലാവരും ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാം. ഇതൊക്കെയാണ് എന്ത് വിപ്ലവ ചിന്ത എന്ന് പറഞ്ഞാല് അല്ലെ. നമ്മൾ അത് പാവപ്പെട്ടവരുടെ പിന്നാലെയാണ് ആരുണ്ടാവുക, ഇൻഖിലാബി ഷായർ ഉണ്ടാവുക. അപ്പൊ പാവപ്പെട്ടവർക്ക് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കണം. പക്ഷെ നമ്മൾ ഫൈസ് അഹമ്മദ് ഫൈസ് അങ്ങനെയാണോ? അല്ല. മൂപ്പരുടെ റൊമാന്റിക് നേച്ചർ, അദ്ദേഹത്തിന്റെ റൊമാന്റിസം, കാൽപ്പനികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രകൃതം അദ്ദേഹത്തെ എന്തായില്ല ഒരു വിപ്ലവ കവിയാക്കാൻ എന്തില്ല, അനുവദിച്ചില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും തർക്കി പസന്ത് ഷായറാണോ? ആണ്. പക്ഷെ എങ്ങനെയാണ്? തർക്കി പസന്തിൽ ആരാണ് മൂപ്പര്? റൊമാന്റിക്സ് ആണ് മൂപ്പര്. മനസ്സിലായില്ലേ? ഓക്കെ. അതുപോലെ തന്നെ മൂപ്പരുടെ കവിതകളുടെ പ്രത്യേകതയാണത് ഹംഗാമി മൗസുവാത്ത്. അങ്കാമി മസുവാത്ത് പറഞ്ഞാല് അടിയന്തര വിഷയങ്ങൾ ഉണ്ടാവില്ലേ, അതായത് കാലഘട്ടത്തിൽ ഉദാഹരണം പിന്നെ എന്താണ്, ഇപ്പൊ 1947 വിഷയം പറഞ്ഞാണ്, അല്ല 1947 മുമ്പുള്ള വിഷയം എന്താണ് സ്വാതന്ത്ര്യം നമ്മുടെ പ്രശ്നം. നമുക്ക് എന്തായിരുന്നു സ്വാതന്ത്ര്യം, നമ്മുടെ ഏറ്റവും വലിയ ഒരു പൈതായിഷ് ഹക്ക് ആസാദ് രഹന ആസാദ് ജീന ആസാദി ജീന ഹർ ഷഖ്സിക്ക് പൈതായിഷ് ഹക്ക്. പക്ഷെ നമുക്കത് ഉണ്ടായിരുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരാണ് നമ്മളെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അങ്ങനെ വരുമ്പോൾ എന്താവുന്നതാണ്, നമ്മൾ അപ്പുറത്തെ ഹംഗാമി മൗസു എന്തായിരിക്കുന്നതാണ് തസ്നീം ആസാദി, എന്താണ് ആസാദി ആയിരിക്കുന്നതാണ്. എന്നാ അത് കഴിഞ്ഞു, ആസാദി കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം എന്തായി, ആസാദി സ്വാതന്ത്ര്യം ഉടനെ നമ്മളെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു, പട്ടിണി അല്ലെ, ദാരിദ്ര്യം, ഉറുബത്ത് അല്ലെ, കൊരീബി, എന്താണ് കൊരീബി ആയിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ അതിനുശേഷം നമ്മളെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു, തൈലീമായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മള് വിഷയം എന്താണ്, പൗരങ്ങളുടെ ഇപ്പൊ നമ്മളെ വിഷയം എന്താണ്, ഇപ്പൊ നമ്മൾക്ക്
അവകാശം, നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിലാണ്. അപ്പോ അതത് കാലഘട്ടങ്ങളിൽ മൗസുവാത്ത് എന്താ വ്യത്യസ്തമാകും അല്ലെ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യമായിരുന്നു, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, പട്ടിണിയായിരുന്നു, അതിനുശേഷം നമ്മൾ പട്ടിണി മാറിയപ്പോൾ നമ്മളത് താഴെയും വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹംഗാമി മൗസുവാത്ത് പറഞ്ഞാല് ഹംഗാമ പറഞ്ഞാൽ അറിയോ? ഹംഗാമ എന്ന് പറഞ്ഞാല് തർക്കം അല്ലെങ്കിൽ കലഹം എന്നാണ് അർത്ഥം. ഹംഗാമി പറഞ്ഞാൽ അടിയന്തര അല്ലേ, എന്താ എമർജൻസി വിഷയങ്ങൾ ഉണ്ടാവില്ല, അതത് കാലത്തിലെ പ്രത്യേക വിഷയങ്ങള്, ആ വിഷയങ്ങളെ പറ്റി മൂപ്പര് പറയുകയാണെങ്കിൽ, ഉദാഹരണം ഒരാൾ കൊല ചെയ്യപ്പെട്ടു, പിന്നെ ഒരാള് ഇപ്പൊ എന്താ കവിതയുടെ പേര് മറന്നുപോയി, പിന്നെ ഒരാൾ എന്ത് ചെയ്തു, ഞാൻ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരാൾ കവിത എന്ത് ചെയ്തു, ഒരാൾ കൊല ചെയ്യപ്പെട്ടു അമേരിക്കയില്. ഒരു പത്രപ്രവർത്തകൻ, ഉദാഹരണം പത്രപ്രവർത്തകൻ എന്ത് ചെയ്തു, ഡാനിഷ് സിദ്ദീഖ് അറിയപ്പെട്ട എന്താണ്, പത്രപ്രവർത്തകനാണ്, ഫോട്ടോഗ്രാഫറാണ്, മൂപ്പര് കൊല ചെയ്യപ്പെട്ടു. അപ്പൊ ഇത് എന്ത് ചെയ്തു, ഒരു കവി കണ്ടു. അപ്പൊ ഈ വിഷയത്തെ പറ്റി മൂപ്പര് പറയാം. അപ്പൊ അതെന്ത് ചെയ്തു, അംഗാമി മൗസുവായി, അതായത് അടിയന്തര വിഷയമായി മാറി. അപ്പൊ ഈ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ വിഷയമാണ്, സംഭവമാണ്, യഥാർത്ഥ സംഭവമാണ്. ഇന്നത്തെ ഈ യഥാർത്ഥ സംഭവം നമ്മള് ഫൈസ് വിവരിക്കുകയാണെങ്കിൽ മൂപ്പര് എങ്ങനെയൊക്കെ വിവരിക്കറിയോ, അത് ഒരു റൊമാൻറ്റിക് ആയിട്ടൊരു രീതിയിലാണ് എന്ത് ചെയ്യുക, വിവരിക്കുക. അതിൽ ഇമാജിനേഷൻ ഉണ്ടാവും, സങ്കല്പം ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവുന്നതാണ്, പിന്നെ റൊമാൻറ്റിസം ഉണ്ടാവും, പിന്നെ അതിൽ എന്തുണ്ടാവുന്നതാണ്, ദീനില പോലെ ഉണ്ടാവും. ഇതൊക്കെ മൂപ്പരുടെ കവിതന്റേതാണ് ഒരു പ്രത്യേകതയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഫൈസ് അഹമ്മദിന്റെ അതായത് ഫൈസ് അഹമ്മദിന്റെ കവിതകളിലെ ഹംഗാമി മൗസുവാത്ത് പർബി, അതായത് അടിയന്തര വിഷയങ്ങളിലും, അടിയന്തര വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പോഴത്തെ നമ്മളെ പത്രത്തിലെ കാണുന്ന വിഷയങ്ങള് ഹംഗാമി മൗസുവാത്ത് പർബി, അതായത് അടിയന്തര വിഷയങ്ങളിലും എന്താണ്, ഇൻഖിലാബി തസ്വറാത്ത് ഇല്ലേ, വിപ്ലവ ചിന്തകള്, അതിനെതിരെ പ്രതിഷേധിക്കുക. വിപ്ലവം എന്ന് പറഞ്ഞാൽ പ്രതിഷേധം. വിപ്ലവ ചിന്തകൾ ഉണ്ടാവും, വിപ്ലവ ചിന്തകൾ എന്താണ്, വിപ്ലവ ചിന്തകൾ റൊമാനിയത്ത് എന്താണ്, റൊമാനിയത്ത് ഹാവിയോഗി എന്താണ്, ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട. ഓക്കെ. അപ്പൊ എന്താണ് ഹംഗാമി മൗസുആത്ത് പർബി, അതായത് അടിയന്തര വിഷയങ്ങളിലും എന്തായിരുന്നു, റൊമാനിയത്ത് എന്ത് ചെയ്തു, റൊമാൻറ്റിസം എന്ത് ചെയ്തു, ഹാവി ഹോന എന്ന് പറഞ്ഞാൽ ഡൊമിനേറ്റ്, എന്താ പറയാ, ഡൊമിനേറ്റ്, അതായത് ഡൊമിനേറ്റ് പറഞ്ഞാണ്, പറയും ഡൊമിനേറ്റ് പറഞ്ഞാൽ റൊമാനിയത്ത് ഹാവി ഹോഗയി എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിസം ഇത് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. റൊമാൻറ്റിസം എന്ത് ചെയ്തു, അതില് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു കവിതയുടെ പ്രത്യേകതയാണെന്ത്, ഉൻകെ ഹാം ഹഖീഖത്ത് നിഗാരിക ഇസ്ഹാർ, അദ്ദേഹത്തിന്റെ അടുക്കല് അദ്ദേഹത്തിന്റെ കവിതകളിലെ ഹഖീഖത്ത് നിഗാരിക ഇസ്ഹാർ, അതായത് റിയാലിസം, അതായത് നമ്മുടെ നിലവിലുള്ള യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഹംഗാമി മൗസുവാത്ത് തന്നെയാണ്. ആ വിഷയങ്ങൾ എന്താവുന്നതാണ്, ആ വിഷയങ്ങളെ പ്രകടിപ്പിക്കുക, ഇസ്ഹാർ ബി, അതിനെ എക്സ്പ്രഷൻ ചെയ്യണതും എങ്ങനെയായിരിക്കുന്നതാണ്, റൊമാനവി അന്താസ്മേ ഹുവാഹേ, അതായത് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒഴിച്ചുകൂടാനും പറ്റാത്തൊരു പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. ഉറുദു ഷായിരിക്ക് ഖദീം ഇസ്തിയാറക്കോ, ഉറുദു കവിതയിലെ പണ്ടത്തെ ഇസ്തിയാറകളില്ലേ, പണ്ട് മുതലൊക്കെ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ചമൻ, അതുപോലത്തെ ഒരുപാട് ഇസ്തിയാറകളുണ്ട്. ആ ഇസ്തിയാറകളൊക്കെ എന്ത് ചെയ്തു, മൗജൂദ ദൗർക്ക് പസ് മൻസറുമേ, സമകാലഘട്ടത്തിലെ പ്രസന്റ് ഡേസിന്റെ പസ് മൻസർ പറഞ്ഞാണ് പശ്ചാത്തലം. പസ് മൻസർ പറഞ്ഞാല് സമകാലഘട്ടത്തിലെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു, നയാ മഫൂം അതാക്കർക്ക് പേഷ്കിയ, പുതിയ അർത്ഥം നൽകിയിട്ട്, അതാകർണ എന്ന് പറഞ്ഞാൽ നൽകുക, അതാക്കർക്ക് പേഷ്കിയ, ഇവിടെ അതാകർണന്റെ ഇവിടെ നീട്ടണം, അലിഫ് വേണം, അതാക്കർക്ക് പേഷ്കിയ എന്ന് പറഞ്ഞാല് പുതിയ അർത്ഥം നൽകിയിട്ട് എന്ത് ചെയ്തു, തന്റെ കവിതകളിലൂടെ അവതരിപ്പിച്ചു. ഉദാഹരണം അവിടെ പണ്ടത്തെ കവിതകളിൽ എന്തുണ്ട്, പിന്നെ ചമന് നമ്മൾ ഉപയോഗിക്കും, ചമന് നമ്മൾ ഉപയോഗിക്കും, ചമന് പറഞ്ഞ പൂന്തോട്ടം, അവിടെ നിന്നാണ് പിന്നെ
പിന്നെ ആ ചമ്മൽ പൂന്തോപ്പ് നമ്മളുടെ പഴയ കവിതകൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ നമ്മളുടെ ആരാ ഫൈസ് അഹമ്മദ് ഫൈസിന്റെ കവിതകളിൽ ചമ്മനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചമ്മന്റെ അർത്ഥം എന്തായിരിക്കുന്നതാണ്? മുൽക്ക് എന്നായിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ഗുൽ എന്ന് പറഞ്ഞാല് എന്തായിരുന്നാണ്? കൗമ് എന്ന അതിനർത്ഥമുണ്ട്, ജനങ്ങൾ എന്ന അർത്ഥമുണ്ട്. പിന്നെ അപ്പൊ ഇതിനെ നോക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ബാഗ്ബാൻ ആരായിരിക്കുന്നതാണ്? ബാഗ്ബാൻ ഭരണകൂടം. ഇത് നോക്കുന്ന ബാഗ്ബാൻ എന്ന് പറഞ്ഞാല് ഈ പൂന്തോപ്പിനെ നോക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, അത് അതിന്റെ അർത്ഥം എന്താണ്? ഫൈസ് അഹമ്മദ് ഫൈസിന്റെ കവിതകളിൽ ഭരണകൂടം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഉറുദു ശാരിക കദീം ഇസ്തിയാറൊക്കെ ഉറുദു കവിതയിലെ പണ്ടത്തെ ഇസ്തിയാറകള്, മെറ്റഫറുകള് മൗജൂദ് പസ്മൻസർമയ സമകാലഘട്ടത്തിന്റെ ഇപ്പോഴത്തെ കാലം പരിഗണിച്ചിട്ട് ആ പശ്ചാത്തലത്തില് പസ്മൻസർമയ പിന്നെ പ്രസന്റ് സമകാലഘട്ടത്തിലെ സാഹചര്യത്തിന്, അതായത് പശ്ചാത്തലത്തില് പുതിയ അർത്ഥം നൽകിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മൂപ്പരുടെ കവിതകളുടെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു റൊമാന്റിക് കവിതയ്ക്ക് വേണ്ട മറ്റൊരു ഘടകമാണ് എന്ത്? ദീനി ലബോ ലഹജ. എന്താണ് ദീനി ലബോ ലഹജ? ഉनकी शायरी के सबसे आम खूबी है, അതായത് ഒരു മന്ദമായ ശൈലി, സംസാര രീതി, അവതരണ രീതി. ഇത് അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകതയാണ്. നമ്മൾ ഈ വിപ്ലവ കവിതകൾ പറയുമ്പോൾ നമ്മൾ എന്താവുന്ന ആ വിപ്ലവ കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആളുകളുടെ രക്തം എന്താവും? തിളക്കും. അവരുടെ മനസ്സിലെന്താവുന്നതാണ്? ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ മേൽജാതിക്കാർ കാണിക്കുന്ന ഈ അനീതിക്കെതിരെയും പോരാട്ടാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഊർജം അവർക്ക് എന്താവുന്നതാണ്? ആ കവിതയും വിപ്ലവ കവിതകൾ കേട്ടാൽ അവർക്ക് എന്താവുന്നതാണ്? മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതേ വിപ്ലവ ചിന്തകള് ഫൈസ് അഹമ്മദ് ഫൈസ് അവതരിപ്പിക്കുകയാണെങ്കിൽ മൂപ്പരുടെ കവിതയുടെ മെയിൻ പ്രത്യേകത എന്ന് ചോദിച്ചാല് ദീനിയിലെ ബോലേജയാണ്, മന്ദമായ അവതരണമായിരിക്കും. ഉനकी ഷായരിക്ക് അദ്ദേഹത്തിന്റെ കവിതയുടെ സബ്സെ അഹം ഖൂബി ഹെ, വളരെ ഏറ്റവും വലിയ എന്താണ്? പ്രത്യേകതയാണ്. അതായത് സർഗോഷിയാന അന്താകാരം. അതായത് നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒരു കുട്ടി വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ കവി ഫൈസ് അഹമ്മദ് ഫൈസ് ഇന്നൊരു കാമുകനായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്? തന്റെ കാമുകിയോട് അടക്കം പറയണ മാറി എന്താവുന്നതാണ്? തോന്നുന്നതാണ്. മുതലായവയാണ് ഫൈസ് അഹമ്മദ് ഫൈസിന്റെ കവിതകളുടെ പ്രത്യേകതകള്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. ഒന്നുകൂടി വായിക്കണോ? ഒന്നും വായിച്ചുതരാം. എനിക്ക് റൊമാനവി മിസാജിനെ ഉനക്കോ ഏക്ക് ഇൻഗ്ലാബി മുക്കമ്മൽ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിപ്ലവ കവിയാവാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന്റെ വിപ്ലവ ചിന്തകളിലും എന്തോ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്, കീഴടക്കിയിട്ടുണ്ട്. റൊമാനിയത്ത് ഹവിയോഗീഹെ. പിന്നെ അദ്ദേഹം റിയലിസ്റ്റ് യാഥാർത്ഥ സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോഴും അദ്ദേഹം എന്താണ്? റൊമാനിയ ദാസ്മയെ വിവരിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹം പണ്ടത്തെ ഇസ്തിയാറകളൊക്കെ എന്താവുന്നതാണ്? സമകാലികത്തെ പരിഗണിച്ചിട്ട് ആ പശ്ചാത്തലത്തിൽ പുതിയ അർത്ഥം നൽകിയിട്ട് അതിനെന്ത് ചെയ്തു? അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, കവിതയുടെ മറ്റൊരു പ്രത്യേകതയാണ് ദീനി ലബോലെ ജൗൻകി ഷാരിക്ക് സബ്സെ അഹം ഹുബി ഹെ, അതായത് മന്ദമായ ശരി. അതൊക്കെ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവുന്നതാണ്? മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബുക്കിലേക്ക് കടക്കാം. പേജ് നമ്പർ ഒന്ന് പറയൂ ഷംന. 215. ഓക്കെ, തസ്ലീൽ എവിടെ? എന്തിനുണ്ട്? വളരെ മോശം കേട്ടോ. ആയിക്കോട്ടെ, പോട്ടെ. എന്താണ്? ഫൈസ് അഹമ്മദ് ഫൈസ്. ആരാണ്? ഫൈസ് അഹമ്മദ് ഫൈസ്. ഓക്കെ, ഇനി നമ്മള് ബുക്ക് തന്നെ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ആമുഖം ഫൈസ് അഹമ്മദിന്റെ ഷായറിനെ പറ്റി നമുക്ക് ഒരു ആമുഖം നമ്മൾ ഇത് പഠിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് എന്താവുന്നതാണ്? കൂടുതൽ വ്യക്തമായി കിട്ടും. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേജ് നമ്പർ ഫൈസ് അഹമ്മദ് ഫൈസ്. പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ സഫ എന്നല്ല പറയാ. സഫ നമ്പർ എത്രയാണ്? 215. ഓക്കെ, നോക്ക് വായിക്കാം. ഫൈസ് അഹമ്മദ് का शुमार उर्दू के सफ़े अव्वल शायरों में होता है എന്ന് പറഞ്ഞതാണ്. ഇതിന്റെ അർത്ഥം ആർക്കാണ് ഭംഗിയായിട്ട് പറയാൻ കഴിയാ? ഒന്നും കിട്ടാത്തയില്ല അല്ലേ? നോക്കൂ, ഫൈസ് അഹമ്മദ് का शुमार എന്നാണ് ഉറുദു के सफ़े अव्वल के शायरों में होता है എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒക്കെ ഒരേ ടൈപ്പിലല്ലേ പോണേ. നമ്മൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ കവികൾ അവതരിപ്പിച്ചൊക്കെ ഒരേ മാറിയ കാലം. ഫൈസ് അഹമ്മദ് ഫൈസിനെ കണക്കാക്കുന്നത് ഉറുദുവിലെ എന്താണ്? സഫ്. സുമാർ എന്താണ്? കണക്കാക്കുക. എല്ലാവർക്കും അറിയാനാണ് അല്ലെ?
കണക്കാക്കുക. ഷുമാർ ആരെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഉറുദുക്ക് സഫെ അവൽ. എന്താ സഫെ അവൽ പറഞ്ഞാൽ? സഫ പറഞ്ഞാൽ എന്താണ്? നിര അല്ലെ? അവൽ പറഞ്ഞാലോ ഒന്നും അറിയില്ലേ? ആദ്യം അല്ലെ? ഒന്ന് സഫെ അവൽ പറഞ്ഞാലോ? മുൻനിര. എന്താണ്? എന്താ പറയാ? മുൻനിര. മനസ്സിലായോ? മുൻനിര. സഫെ അവൽക്ക് മുൻനിര കവികളിലാണ്. സഫെ അവൽക്ക് ഷായിറോമേ ഹോത്താ ഹേ. അപ്പൊ എന്താ പറഞ്ഞത്? എല്ലാ കവികളെയും ഫസ്റ്റ് ആയിട്ട് അവതരിപ്പിക്കണ ഏതുമാരിക്കാരും ഇതേമാരിക്കാരും അവതരിപ്പിക്കാം. ഉദാഹരണം ഇക്ബാൽ का शुमार उर्दू के सफे अव्वल के शायरों में होता है. മുൻനിര കവികളിലാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അല്ലെ? ഒന്നുകൂടി വായിക്കട്ടോ. ഫൈസ് അഹമ്മദ് ഫൈസ് का शुमार उर्दू के सफे अव्वल के शायरों में होता है. അടുത്തത് ഉൻകെ പൈദായിഷ്. അദ്ദേഹത്തിന്റെ ജനനം 13 ഫെബ്രുവരി 1911 ईस्वी को. എവിടെ മൂപ്പര് ജനിച്ചത്? മൂപ്പരുടെ പൈദായിഷ് എവിടെ നടന്നത്? സിയാൽകോട്ടിൽ മറ്റൊരാൾ കൂടി ജനിച്ചിട്ടുണ്ട്. ആരാണ് ജനിച്ചിരുന്നത്? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അല്ലേ? അപ്പൊ എന്നാ ജനിച്ചത്? 13 ഫെബ്രുവരി 1911 ईस्वी को അല്ലെ? എവിടെ? ബമക്കാം പറഞ്ഞോ. ബമക്കാം എവിടെ? സിയാൽകോട്ടിൽ ജനിച്ചു അല്ലെ? ഉനക്ക് പൈദായിഷ് ജനനം എല്ലാവർക്കും അറിയാം അല്ലെ? എന്നാ പൈദായിഷ് എന്നാലോ ജനന. അത് അഡ്ജക്റ്റീവ് ആട്ടോ. ആപ്പ് പറഞ്ഞാല് നമ്മൾ ഒരാളെ വലിയൊരാളാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി അവതരിപ്പിക്കുമ്പോ എന്താ നമ്മളെന്ന് പറയുന്ന ആപ്പ് നമ്മൾ പറയും അല്ലേ? ആപ്പ്. അഞ്ചുമൻ. എന്താ അഞ്ചുമൻ പറഞ്ഞാല്? ഇനി മറന്നു പോകരുത്. അഞ്ചുമൻ പറഞ്ഞാൽ അറിയോ? എന്നാ മോമെന്റ് പറഞ്ഞ ആൾക്കറിയോ? പ്രസ്ഥാനം. അതന്നെ. എന്താണ്? അഞ്ചുമൻ പറഞ്ഞാൽ പ്രസ്ഥാനമാണ്. ഉദാഹരണം തസ്നി അപ്നി ജഗ് എന്താണ്? അഞ്ചുമൻ കാ ദർജ റക്തി ഹേ എന്ന് പറയുന്നത് എന്താണ്? തസ്നി സ്വന്തമായിട്ട് തസ്നി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രസ്ഥാനമാണ്. ആരാണ്? ഒരു പ്രസ്ഥാനമാണ് പറയാറില്ലേ? വെറുതെ പറയാട്ടോ. പിന്നെ തെർക്കി പസന്ത് ആ പ്രസ്ഥാനം തന്നെയാണ്. എന്താണ് തെർക്കി പസന്ത്? തെർക്കി പറഞ്ഞാണ് വളർച്ച, ഉയർച്ച, ഡെവലപ്മെന്റ്. പസന്ത് പറഞ്ഞാലോ ഇഷ്ടപ്പെടുക. തെർക്കി പസന്ത് പറഞ്ഞാലോ പുരോഗമന. എന്താ പറയാ? പുരോഗമനം. പുരോഗമന തെർക്കി പസന്ത് പറഞ്ഞാൽ പുരോഗതിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് പുരോഗമനവാദി എന്ന് പറയാ. പുരോഗമനവാദിക്കണം എന്ന് പറയാ. പുരോഗമനവാദിക്ക് എന്താ പറയാ? തെർക്കി പസന്ത് എന്ന് പറയാ. എന്നാ അമ്ന് പറഞ്ഞാൽ എന്താണ്? അമ്ന് സമാധാനം. അമ്ന് പസന്ത് പറഞ്ഞാലോ സമാധാനമോഹി. ആരാണ്? സമാധാനത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു ആര്? അമ്ന് പസന്ത് അല്ലെ? അതേപോലെ ആപ്പ് അഞ്ചുമൻ തെർക്കി പസന്ത്. അഞ്ചുമൻ തെർക്കി പസന്ത് പറഞ്ഞാണ് പിന്നെ പുരോഗമന ചിന്താഗതികാര പ്രസ്ഥാനല്ലേ? എന്താണ്? അതിൽ മുസന്നിഫീൻ പറഞ്ഞാലോ രചയിതാക്കള് അല്ലെ? മുസന്നിഫീൻ പറഞ്ഞാല് രചയിതാക്കള്. ഇവരുടെ ഈ വിപ്ലവ ചിന്തക്കാരുടെ എന്നുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണെന്ത്? അഞ്ചുമൻ പറഞ്ഞ പ്രസ്ഥാനം. തെർക്കി പസന്ത്. അത് അഞ്ചുമൻ തെർക്കി പസന്ത് ആണ് അതിന്റെ പ്രസ്ഥാനം, അതിന്റെ പേരട്ടോ. അഞ്ചുമൻ തെർക്കി പസന്ത്. ഇവരാണെന്ത്? വിപ്ലവ കവികളുടെ ഇൻഖിലാബി ഷുറാക്കി തഹരീക്ക് എന്നാണ്. നിങ്ങൾ ചോദിക്കും ഇൻഖിലാബി ഷുറ. ഇൻഖിലാബി പറഞ്ഞാൽ വിപ്ലവ കവികളില്ലേ? വിപ്ലവ കവികളുടെ ഈ തഹരീക്ക് അതിനൊരു പേരുണ്ട്. എന്താണ് തഹരീക്ക് പറഞ്ഞാൽ? എന്താണ്? പ്രസ്ഥാനം നടത്തും. പ്രസ്ഥാനത്തിന് എത്ര വാക്കുകൾ പഠിച്ചു? അഞ്ചുമൻ പഠിച്ചു. പിന്നെ തഹരീക്ക് പഠിച്ചു. തഹരീക്ക് താലിബാൻ തഹരീക്ക് അല്ലേ? താലിബാൻ പ്രസ്ഥാനം. തഹരീക്ക് ഇൻസാഫ് ആര് പാർട്ടിയാണ്? ഇമ്രാൻഖാന്റെ. അപ്പൊ തഹരീക്ക് പറഞ്ഞ പ്രസ്ഥാനം, അഞ്ചുമൻ പറഞ്ഞാലോ പ്രസ്ഥാനം, തെർക്കി പസന്ത് പറഞ്ഞാലോ പുരോഗമന. പുരോഗമന പ്രസ്ഥാനം പിന്നെ പ്രസ്ഥാനം പറഞ്ഞ സംഘടനയാണ്. ആരുടെ സംഘടന അറിയോ? ഇൻഖിലാബി ഷുറാക്കി തഹരീക്ക്. അതാണ് പിന്നെ വിപ്ലവ കവികളുടെ പ്രസ്ഥാനത്തിന്റെ പേരാണെന്ത്? തഹരീക്ക നാമാണ് അഞ്ചുമൻ തെർക്കി പസന്ത്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ മെയിൻ പ്രത്യേകത എന്താ ചോദിച്ചാല് ജനങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല?
ഈ ഇതിന് നമ്മൾ എന്താ ജനങ്ങളെ ബോധവൽക്കരിക്കണം നമ്മളെ മെയിൻ പ്രത്യേകത. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, റൊമാൻറ്റിസം പാടില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റൊമാൻസ് നമ്മുടെ കവിതകളിൽ കൊണ്ടുവരാനേ പാടില്ല. ജനങ്ങൾ ഉത്ബുദ്ധരാക്കണം, അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ ഉത്ബുദ്ധരാക്കണം. ജനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പാടിയിട്ട് അവരെ ഉറക്കാൻ പാടില്ല, മറിച്ച് അവരെ എന്ത് ചെയ്യണം, ഉണർത്തണം. അവരുടെ അവകാശങ്ങൾ അവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാട്ട സഞ്ചാരാക്കണം. അതിനുവേണ്ടി നമ്മുടെ കവിതകളിൽ എന്ത് ചെയ്യണം, ലളിതമായ രീതിയിൽ നമ്മുടെ ഹംഗാമി മൗസുവാക്ക് സമകാലിക വിഷയങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വിവരിക്കണം. ഇതാണ് ആരുടെ നിലപാട്, തർക്കീബ് പസന്ദ് മുസന്നിഫീങ്ങളുടെ നിലപാട്. അങ്ങനെ പ്രോഗ്രസീവ് പുരോഗമന ചിന്താഗതിക്കാരായ പിന്നെ രചയിതാക്കളുടെ രചയിതാക്കളുടെ നിലപാടാണ് എന്ത്, നിലവിലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ വിവരിക്കണം. അതിൽ റൊമാൻസം പാടില്ല, എന്ത് ചെയ്യണം, അത് ലളിതമായിട്ട് എന്ത് ചെയ്യണം, വിവരിക്കും ചെയ്യണം. പക്ഷെ ഫൈസ് അഹമ്മദ് ഫൈസും ആരാണ്, ഇതിലെ മെയിൻ അംഗമായിട്ട് പോലും മൂപ്പര്. പക്ഷെ ഇവരില് ഈ തർക്കീബ് പസന്ദ് മുസന്നിഫീങ്ങളില്ലേ, രചയിതാക്കളില്ലേ, ഷായരികളില്ലേ, അവരുടെ ഒട്ടുമിക്ക കവിതകൾ ഇന്ന് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, വായിക്കണില്ല. റൊമാൻറ്റിസം ഇല്ലാത്ത കവിതകൾ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ സിലബസിലും ഇല്ല. റൊമാൻറ്റിസം ഇല്ലാത്ത തർക്കീബ് പസന്ദ് മുസന്നിഫീങ്ങളുടെ കവിതകൾ എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ റൊമാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കവിതകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുകയുള്ളൂ. പക്ഷെ ഒരുപാട് കവികളുടെ എന്ത് ചെയ്തു, കവിതകൾ എന്ത് ചെയ്തു, ഒഴിവാക്കി നമ്മള് പിൽക്കാലഘട്ടത്തിൽ. അതെന്തില്ല, അതിൽ കവിതന്റെ എന്തില്ല, ഒരു റൊമാൻറ്റിക് മൂഡില്ല. ഓക്കെ, അപ്പൊ വായിക്കാം. അപ്പൊ അദ്ദേഹം അഞ്ജുമത് തർക്കീബ് പസന്ദ് മുസന്നിഫീൻ, അതാണ് പുരോഗമനവാദികളായ വാദികളുടെ പിന്നെ എന്താണ്, ഇവിടെ ഒന്നാമത്തെ അഞ്ചുമനില്ലേ അത് വിട്ടിക്കോട്ടോ, ഒന്ന് മതി. അദ്ദേഹം തർക്കീബ് പസന്ദ് മുസന്നിഫീൻ, രണ്ടാമത്തെ കുട്ടി കേട്ടോ, രണ്ടാമത്തെ തഹ്രീക്ക് വെറുതെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അദ്ദേഹം അഞ്ജുമൻ തർക്കീബ് പസന്ദ് മുസന്നിഫീൻ കെ, അദ്ദേഹം പിന്നെ പുരോഗമന ചിന്താഗതിക്കാരായ എഴുത്തുകാരുടെ പ്രസ്ഥാനത്തിന് എന്തായിരുന്നു, ഫആൽ. എന്താ ഫആൽ പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ, ഫആൽ പറഞ്ഞാൽ ആക്റ്റീവ് പറഞ്ഞാണ് സജീവ, എന്താ പറയാ, സജീവ. ഫആൽ പറഞ്ഞാല് ആക്റ്റീവ് അല്ലെങ്കിൽ സജീവ. എന്താണ്, മെമ്പർ. റുക്കിൻ എന്താണ്, മെമ്പർ പറഞ്ഞാല് അംഗമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പര കവിത എന്തെങ്കിലും റൊമാൻറ്റിക് ആയിരുന്നു മാത്രം. അപ്പൊ ഒരു സഹാഫി ബി രഹേ എന്താണ്, സഹാഫി എന്താണ്, ജേർണലിസ്റ്റ്. എന്താണ്, ജേർണലിസ്റ്റ്. ഓക്കെ, പത്രപ്രവർത്തകനും ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. ഫൈസ് അഹമ്മദ് ഫൈസ് का शुमार उर्दू के सफे अव्वल के शायरों में होता है. എല്ലാവർക്കും അറിയാം അല്ലെ. उनकी पैदाइश എന്താണ്, 13 फरवरी 1911 ईस्वी को सियालकोट में हुई है. അതറിയാം. അദ്ദേഹം ആരായിരുന്നു, അഞ്ജുമൻ തർക്കീബ് പസന്ദ് മുസന്നിഫീൻ കെ ഫആൽ റുക്കനായിരുന്നു. പിന്നെ അദ്ദേഹം ആരായിരുന്നു, സഹാഫി ബി രഹേ. അദ്ദേഹം എന്തായിരുന്നു, ഏതോ പത്രത്തിൽ, ഇംഗ്ലീഷിന്റെ പത്രത്തിന്റെ ഓർമ്മയില്ല, സഹാഫി ബി രഹേ, പത്രപ്രവർത്തകനും ആയിരുന്നു അദ്ദേഹം, എഡിറ്ററും ആയിരുന്നു. ഇനി 1921 മൂപ്പര് വളരെ ലളിതമായ, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ചെറുപ്പത്തിൽ മൂപ്പര് കാര്യമേഖലയായിട്ട് മൂപ്പരെ പണി ഉണ്ടായിരുന്നത്. പക്ഷെ അതിനിടയിൽ മൂപ്പര് എന്ത് ചെയ്തു, അവസരം കിട്ടിയിട്ട് എന്ത് ചെയ്തു, അതുകൊണ്ടാണ് പാവപ്പെട്ടവരാണ് എന്ത് ചെയ്യാം, വലുതാകുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ഓരോ വിഷമങ്ങൾ ഫുൾ അറിയാം. അപ്പൊ ഓരെന്ത് ചെയ്യുന്ന, പിന്നെ തൊഴിലാളി വർഗത്തിന്റെ പിന്നാലെ പോലെ എന്താവുന്നതാണ് നിൽക്കുക. ഏതുമാരിക്ക് നമ്മുടെ പ്രേംചന്ദ് പോലെ. അപ്പൊ 1921 ഈസവീമെ ആപ്പിനെ അദ്ദേഹം എന്ത് ചെയ്തു, സ്കോച്ച് മിഷൻ സ്കൂള്, ഏതാണ്, സ്കോച്ച് മിഷൻ സ്കൂള് സിയാൽകോട്ടിലുള്ള സ്കോച്ച് മിഷൻ സ്കൂളിൽ എന്ത് ചെയ്തു, ദാഖില ലിയ. അതെല്ലാവർക്കും അറിയാം, ദാഖില ലേന എന്ന് പറഞ്ഞു ദാഖില ലേന സ്കൂളിൽ പറയും. ദാഖില ലേന എന്ന് പറഞ്ഞാല് പ്രവേശിക്കുക അല്ലെ. ഒരു മെട്രിക് തക്ക് താലീം ഹാസിൽ കി. മെട്രിക് തക്ക് പറഞ്ഞാലോ, മെട്രിക് വരെ എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, താലീമർ വിദ്യാഭ്യാസം എന്ത് ചെയ്തു, കരസ്ഥമാക്കി അല്ലെ. ഇനി അതിന്റെ അന്നത്തെ പരീക്ഷ എന്ത്, എഫ് എ का इम्तिहान मुरे कॉलेज, എഫ് എ का പരീക്ഷ എന്ത് ചെയ്തു, മുറെ കോളേജ് സിയാൽകോട്ട് സെ കിയാ. അദ്ദേഹം എഫ് എന്റെ പരീക്ഷ എവിടുന്ന് കരസ്ഥമാക്കിയത്, എഫ് എന്റെ ഇംതിഹാൻ എവിടെയാണ് എഴുതിയത്,
മൊറേ കോളേജിൽ നിന്ന് മൂപ്പർ എന്ത് ചെയ്തു പാസ്സായത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് BA മൂപ്പർ എടുത്തു, MA മൂപ്പർ എടുത്തു. എവിടുന്ന്? ഗവൺമെന്റ് കോളേജ് ലാഹോർസെ മൂപ്പർ എന്ത് ചെയ്തു? MA എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടോ ബാദ് ശേഷം ഓറിയന്റൽ ലാഹോർസെ അതിന്റെ അറബി മേ ബി MA കിയ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മറ്റു കവികൾ പറഞ്ഞില്ലേ, അതേപോലെ ഇല്ലേ തോന്നുന്നത്? बाद में ओरिएंटल कॉलेज लाहौर से अरबी में भी MA किया. മൂപ്പർ എന്ത് ചെയ്തു? അറബിയിലും MA ചെയ്തു. മൂപ്പര് വാപ്പ എന്തിനായിരുന്നു? ഹാഫിളാക്കാൻ മൂപ്പര് കിട്ടിയിരുന്നു. പക്ഷെ മൂപ്പര് 3 ജുസ് കാണാപ്പുറം പഠിച്ചോളൂ. പിന്നെ കാലത്ത് മരിക്കുന്നതിന് മുമ്പ് മൂപ്പര് ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഖുർആൻ മനപ്പാടം ഫുള്ളാക്കിയില്ല, അതിന്റെ ഏറ്റവും വലിയ ദുഃഖാണ് മൂപ്പര് പറഞ്ഞതാണ്. പിന്നെ മൂപ്പര് നന്നായിട്ട് പഠിച്ചിട്ട് മൂപ്പര് എവിടെ ചെയ്തിട്ട് പിന്നെ ഇംഗ്ലീഷിൽ MA എടുത്തു. അതിന് പുറമെ മൂപ്പര് എന്തും ചെയ്തിട്ടുണ്ട്? പിന്നെ മൂപ്പര് പിന്നെ ഇംഗ്ലീഷിലെ പ്രൊഫസറാണ്. ആരാണ് മൂപ്പര്? ഇംഗ്ലീഷിലെ പ്രൊഫസറാണ് മൂപ്പര്. ഗവൺമെന്റ് കോളേജില് മൂപ്പര് ഇംഗ്ലീഷിന്റെ പ്രൊഫസറായി മാറി. മൂപ്പര് കവിത എഴുതുന്ന ഉറുദുവിലാണെങ്കിലും മൂപ്പരെ മാതൃഭാഷ പഞ്ചാബി എന്തൊക്കെ തോന്നുട്ടോ. പക്ഷെ പിന്നെ എന്നിട്ട് മൂപ്പര് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്യണു? ഇതുപോലെ ഉറുദുവിൽ മൂപ്പര് എന്ത് ചെയ്തു? നന്നായിട്ട് കവിത മൂപ്പര് എന്ത് ചെയ്തു? രചിച്ചു. അതുപോലെ ഇംഗ്ലീഷിലെ മൂപ്പര് പ്രൊഫസറും ആയിരുന്നു. പിന്നെ അറബി മൂപ്പര് എന്ത് ചെയ്തു? മൂപ്പര് നന്നായിട്ട് അറിയാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയും. ഓക്കെ. പിന്നെ ഗവൺമെന്റ് കോളേജ് ബാദ് ഓറിയന്റൽ കോളേജ് ലാംഗ്വേജ് അറബി മേ MA കിയ. ആക്കി വഫാത്ത് അദ്ദേഹത്തിന്റെ പിന്നെ മരണം വഫാത്ത് 20 നവംബർ എന്നാണ് മൂപ്പര് വഫാത്ത് എന്നാണ് വളരെ ഇമ്പോർട്ടന്റ്. വഫാത്ത് ഇതൊക്കെ ഡേറ്റുകളൊന്നും മറക്കാതെ കാണാപ്പുറം പഠിക്കണം. വഫാത്ത് എന്നാണ് 20 നവംബർ 20 നവംബർ എന്നാണ് മൂപ്പര് ഈ ലോകത്തോട് പറഞ്ഞത്. 1942 എന്നാണ് 84 എന്ന് പറയാം. 1984 അല്ലെ? 1984 അല്ലെ? ഈസവിക്കോ അദ്ദേഹം എന്നാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്? പിന്നെ 20 നവംബർ 1984 ഈസവിക്കോ. അദ്ദേഹം ആരാണ് വിവാഹം കഴിച്ചത്? ബ്രിട്ടീഷുകാരിനെ മൂപ്പര് വിവാഹം കഴിച്ചത്. മുൽക്ക് രാജ് ആനന്ദ് അറിയോ? മുൽക്ക് രാജ് ആനന്ദ് കേട്ടോ? മൂപ്പര കവിതകൾ വായിച്ചോണോ? കഥകൾ വായിച്ചോണോ? +2 എവിടെയും? അപ്പൊ മൂപ്പര് ആരെന്നെ വിവാഹം കഴിച്ചത്? ബ്രിട്ടീഷുകാരിയായ എലിയസ് കാത്തറിജിനെയാണ് മൂപ്പര് നീക്കുന്നത് വിവാഹം കഴിച്ചത്. പിന്നെ എലിയസ് കാത്തറിജ് വിവാഹം കഴിച്ചപ്പോ മൂപ്പര് എന്ത് ചെയ്തു? എലിയസ് കാത്തറിജിന്റെ പേരെന്താക്കി മാറ്റി? കുൽസൂം എന്തായത് ആക്കി മാറ്റി. അങ്ങനെ പിന്നെ മൂപ്പര് ബ്രിട്ടീഷുകാരോട് വിധേയത്വം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ വിധേയത്വം പുലർത്തല്ല, അധ്വാനിച്ച് മൂപ്പര് പിന്നെ ഗവൺമെന്റിന്റെ ഉന്നതരങ്ങളിലെത്തി. എത്രത്തോളം ചോദിച്ചാലും മൂപ്പര് എവിടെ പോയി പിന്നെ മൂപ്പരുടെ പിന്നെ സൈനികത്തിൽ മൂപ്പരുടെ സേവനം പരിഗണിച്ചിട്ട് മൂപ്പർക്ക് ഒരു ഖിതാബ് നൽകി. MBE ഒരു ഖിതാബ് നീതുകണു മൂപ്പർക്ക് നൽകിയിട്ടുണ്ട്. ബഹുമതി ബ്രിട്ടീഷുകാർ നീതുകണു നൽകിയിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്ക് പിന്നെ ബ്രിട്ടീഷ് സംസ്കാരമൊക്കെ നന്നായിട്ട് മൂപ്പർക്ക് അറിയാം. അതോടൊപ്പം മൂപ്പര് എന്ത് ചെയ്തു? നമ്മളുടെ പിന്നെ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും അതുമാതിരി ഉറുദു ഭാഷയും അതുമാതിരി പേർഷ്യനും അറബിയൊക്കെ നന്നായിട്ട് മൂപ്പര് ഇതാക്കി. അതിന്റെ കാരണം കൊണ്ട് മൂപ്പരുടെ റൈറ്റിംഗ് എന്ത് ചെയ്തു? വളരെയധികം ലോലമായിട്ട് ലഹജ, അതായത് ലളിതമായ രീതിയിൽ അവതരിക്കാനുള്ള കഴിവ് മൂപ്പർക്ക് എന്ത് ചെയ്തു? നേടിയെടുത്തു. അപ്പൊ ഇത്രയ്ക്കും മഹാനായ ഒരു കവിയാണ് ആര്? പിന്നെ 20 നവംബർ 1984 ഈസവിക്കോ ഈ ലോകത്തോടെ ഇത് ഇവിടെ പറഞ്ഞത്. അതാരാണ്? ഫൈസ് അഹമ്മദ് ഫൈസ്. ഓക്കെ. ഈ പിന്നെ ഈ എലിയസ് കാത്തറിജ് ഇന്ത്യക്കാരെയാണ് ഓൽക്കുന്നതിന് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഇവരുടെ അഞ്ചത്തി ആരെ കല്യാണം കഴിച്ചിരിക്കുന്നത്? ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ചിരുന്നത്. മുൽക്ക് രാജ് ആനന്ദ് ഇല്ലേ? ആനന്ദിന് തോന്നുന്നു അതാണ് ആരുടെ ഇളയച്ചന്? ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഇളയച്ചന്. നമ്മൾ ബാംഗ്ലൂരിലാണ് മൂപ്പര വീട് കൊണ്ടു കേട്ടോ. ഓക്കെ. മൂപ്പരൊക്കെ മരിച്ചു. അപ്പൊ അത് കഴിഞ്ഞു. 1935 ഈസവിയില് 1935 ഈസവിയില് ആപ്പിനെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് अमृतसर फिर हेली कॉलेज लाहौर में अंग्रेजी अदब के लेक्चरर की हैसियत से मुलाजिमत की. എന്താ പറഞ്ഞത്? 1935 മൂപ്പര് എവിടെ? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഏതാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്? ഏതാണ്? പഠിച്ചല്ലേ കുട്ടികളെ? എന്താണ് ഇങ്ങനെ? അലിഗഡല്ലേ? 1935 ईस्वी में आपने मोहम्मदन ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, അതുപോലെ തന്നെ അമൃതസറിലെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജിൽ. പിന്നെ അതുമാതിരി എന്താണ്? ഫിർ ഹെലെ കോളേജ് ലാഹോറിലെ ഹെലെ കോളേജിലും അംഗ്രേജി അദബ് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എന്ത് ചെയ്തു? മൂപ്പര്
ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ലെക്ചറർ കി ഹൈസസ്, ലെക്ചറർ എന്ന നിലയിൽ മുലാസിമത്ത് കി ഹേ. എന്താ മുലാസിമത്ത് കർണ എന്ന് പറഞ്ഞാല് ജോലി ചെയ്യുക, ജോലി ചെയ്തു. അപ്പോ 1935 ईस्वी में आपने मोहम्मद ने एंग्लो ऑल इंडिया कॉलेज अमृतसर, फिर हेली कॉलेज लाहौर में अंग्रेजी अदब के ब्रिटिश इंग्लिश साहित्യം അഥവാ സാഹിത്യം अंग्रेजी अदब के ലെക്ചറർ की हैसियत से, ലെക്ചർ എന്ന നിലയിൽ की हैसियत से എല്ലാവർക്കും അറിയണല്ലേ, की हैसियत से പഠിച്ചതല്ലേ, ഇന്ന് പഠിച്ചാണ്. की हैसियत से എന്ന നിലയിൽ മുലാസിമത്ത് की. आपने 1937 അല്ല 34 ईस्वी में 34 अല്ല 36 ईस्वी में 1936 ईस्वी में सज्जाद जहीर के साथ, സജ്ജാദ് സഹീർ എന്ന് ഉറുദുവിലെ ഏറ്റവും വലിയ അഫ്സാന നിഗാറാണ്, പണ്ടത്തെ അഫ്സാന നിഗാറാണ് സജ്ജാദ് സഹീർ. സജ്ജാദ് സഹീറിനോടൊപ്പം എന്ത് ചെയ്തു, സാത്ത് മിൽക്കർ എന്നാലോ ഒരുമിച്ചിട്ട് മൂപ്പർ എന്ത് ചെയ്തു, ഒരുമിച്ചിട്ട് സജ്ജാദ് സഹീറുമായിട്ട് ഒരുമിച്ചിട്ട് എന്തിനുണ്ടാക്കി അഞ്ചുമൻ. അഞ്ചുമൻ പറഞ്ഞാല് പ്രസ്ഥാനം, അഞ്ചുമൻ തർക്കി പസന്ത് മുസന്നിഫീൻ എന്താണ്. ഇവിടെ രണ്ടാമത്തെ തഹരീക്ക് പഠിക്കണം കേട്ടോ. അഞ്ചുമൻ തർക്കി പസന്ത് മുസന്നിഫീൻ എന്നാണ് പറഞ്ഞാല് തർക്കി പസന്ത് രചയിതാക്കളെ, പുരോഗമനവാദികളായ കവികളുടെ പ്രസ്ഥാനത്തിന് ബുനിയാദ് ഡാലി അടിത്തറയിട്ടു എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. തർക്കി പസന്ത് മുസന്നിഫീന്റെ പ്രസ്ഥാനത്തിന് എന്നാണ് അടിത്തറയിട്ടത് എന്ന് ചോദിച്ചാൽ ആ വർഷമാണ് ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറുദു ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണിത് 1936. ഈ ഇന്നാണ് എന്തുണ്ടായത്, അഞ്ചുമൻ തർക്കി പസന്ത് മുസന്നിഫീൻ എന്തുണ്ടായത്, അഞ്ചുമൻ തർക്കി പസന്ത് മുസന്നിഫീൻ, തർക്കി പസന്ത് പറയേ, തർക്കി പസന്ത് മുസന്നിഫീൻ की ബുനിയാദ് ഡാലി ഗയി. ഇന്നാണ് ഏത് 1936 എന്നുള്ള ഈ വർഷത്തിലാണ് അഞ്ചുമൻ തർക്കി പസന്ത് മുസന്നിഫീങ്ങളുടെ അടിത്തറ എന്ത് ചെയ്തത്, ആ പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ത് ചെയ്ത് പാകിയത്. അതുപോലെ തന്നെ ബെനബോ തർക്കി പസന്ത് തഹരീക്ക് സർഗരം രുക്കൻബിരുത്തെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, തർക്കി പസന്ത് മുസന്നിഫീനിലെ തർക്കി പസന്ത് തഹരീക്ക്, ഇവിടെ തഹരീക്ക് വേണ്ടോ, തഹരീക്ക് പറഞ്ഞാണ് പ്രസ്ഥാനം, അതേമാതിരി അഞ്ചുമൻ പറഞ്ഞാലോ പ്രസ്ഥാനം. അപ്പൊ തർക്കി പസന്ത് തഹരീക്ക് എന്ന് പറഞ്ഞാലോ തർക്കി പുരോഗമനവാദികളുടെ പ്രസ്ഥാനത്തിന്റെ എന്തായിരുന്നു സർഗരം പറഞ്ഞാണ് സർഗരം ഫആൽ എന്താ പറയാ, ഫആൽ എന്താണ് തസ്നി ഏക് ഫആൽ താലിബെ ഇൽമി അബ്നിഹി എന്താ പറഞ്ഞ തസ്നി ആരായിരുന്നു, ഒരു ആക്റ്റീവായ സ്റ്റുഡന്റ് ആയിരുന്നു, താലിബെ ഇൽമി. ലേക്കിൻ ഇന്നെല്ലാം നമ്മള് ഉറക്കം നീച്ചു നോക്കുക എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്താ പറയാ, അപ്പൊ പിന്നെ തർക്കി പസന്ത് തഹരീക്ക് സർഗരം രുക്കുൻബിത്തെ, അദ്ദേഹം എന്തായിരുന്നു തർക്കി പസന്ത് തഹരീക്കിന്റെ എന്തായിരുന്നു സർഗരം പറഞ്ഞത്, സർഗരം സജീവ ആളുമായിരുന്നു. ലേക്കിൻ പക്ഷേ ഇസ് തഹരീക്ക് സെ ജുഡെ, ഇങ്ങനെ നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ, ലേക്കിൻ പക്ഷേ ഇസ് തഹരീക്ക് സെ ജുഡ്ന എന്ന് പറഞ്ഞാണ് ജുഡ്ന ചേരുക, ബന്ധപ്പെട്ട അല്ലെ, എന്താണ് ചേരുക എന്നാണ് അർത്ഥം. ജുഡ്ന എന്ന് പറഞ്ഞാല് മംഗള കോളേജസ് ജുഡാ ഹും എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പിന്നെ മംഗള കോളേജുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അല്ലെ പറയാറില്ലേ, അതേമാതിരി ജുഡ്ന എന്ന് പറഞ്ഞാൽ ചേരുക, ജോയിൻ ചെയ്യുക, ജോയിൻ എന്നാണ്. അപ്പോ എന്താ പറയണത്, ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ദൂസരെ ഷോറാമെ മറ്റു കവികളില്, ദൂസരെ ഷോറ എന്ന് പറഞ്ഞാൽ മറ്റു കവികളില് ജോ ഷിദ്ദത്ത് പായി ജാതി ഹെ, ഷിദ്ദത്ത് പറഞ്ഞാണ് ശക്തി ഇല്ലേ, ആക്രോശം, ഷിദ്ദത്ത് പറഞ്ഞാല് പിന്നെ തീവ്രത എന്താണ് തീവ്രത. ഇതിന് ശരിക്കും അർത്ഥം എന്താണ്, ഈ ഇതില് ശക്തി നടത്തണ്ട്, പിന്നെ എന്ത് നടത്തണ്ട് തീവ്രത. അതാണ് ദൂസരെ ഷൂറാമെ എന്താണ് ഈ തഹരീക്ക് അഞ്ചുമൻ പുരോഗമനവാദി പ്രസ്ഥാനമാകുന്ന അഞ്ചുമൻ തർക്കി പസന്ത് തഹരീക്ക് ജുഡെ ആ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കവികളിൽ ജോ ഷിദ്ദത്ത് പായി ജാതി എന്തുമാത്രം തീവ്രത ഉണ്ട്, വിപ്ലവ ചിന്തകളുടെ എന്തുമാത്രം തീവ്രതകളുണ്ട്. പായി ജാതി എന്ന് പറയുന്നത് പാന എന്ന് പറയുന്നത് കാണുക എന്നർത്ഥമുണ്ട് അല്ലെ, പാനക്ക് എന്നർത്ഥമുണ്ട്, ലഭിക്കുക എന്നതിന് പുറത്ത് എന്തർത്ഥമുണ്ട്
കാണുക എന്ന അർത്ഥം ഇതിനുണ്ട്, പാനക്കുണ്ട്. പായി ജാതി എന്ന് പറഞ്ഞാലോ കാണപ്പെടുന്നു. അപ്പൊ ജോ ഷിദ്ദത്ത് പായി ജാതിയെ കാണപ്പെടുന്ന തീവ്രത എന്തില്ല, വോ ആ തീവ്രത എവിടെല്ല, വോ അത് ഫൈസിക്ക ഹാ ഹാ എന്ന് പറഞ്ഞാൽ ഹാ അടുത്ത്, ഹാ എന്ന് പറഞ്ഞാല് അടുത്ത്. ഫൈസിക്ക ഹാ എന്ന് പറഞ്ഞാല് ഫൈസിന്റെ അടുത്ത് എന്ന് പറഞ്ഞാല് ഫൈസിന്റെ കവിതകളിൽ നിന്നില്ല, നഹീഹേ ഇല്ല. നമ്മൾ പറഞ്ഞില്ലേ, ഒന്നുകൂടി പറഞ്ഞുതരാ. ലേക്കിൻ പക്ഷേ ഇസ് തഹരീഖ് സെ ജുഡെ ദൂസരെ ഷൂറാമേ മറ്റു കവി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റു കവികളില് എന്തുമാത്രം കാണപ്പെടുന്ന തീവ്രത ഫൈസിന്റെ കവിതകളിൽ എന്തില്ല, ഇല്ല. 1942 ईसवी में आपने അദ്ദേഹം എന്ത് ചെയ്തു, फौज में कैप्टन की हैसियत से मुलाजिमत इख्तियार की. इख्तियार करना എന്ന് പറഞ്ഞാൽ ജോലി സ്വീകരിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ജോലി എന്ത് ചെയ്തു, മുലാസിമത്ത് എന്ത് ചെയ്തു, ജോലി അദ്ദേഹം എന്ത് ചെയ്തു, ഇഖ്തിയാർ കർണ എന്ന് പറഞ്ഞാല് സ്വീകരിക്കുക, ഇഖ്തിയാർ കി സ്വീകരിച്ചു. 1944 ईस्वी 1944 ലെഫ്റ്റനന്റ് കേണൽ ഹോയി. അദ്ദേഹം ആരായി, അദ്ദേഹം പ്രൊമോഷൻ കിട്ടിയിട്ട് തർക്കി കർക്ക് എവിടെ ചെയ്യാൻ പറയും, ലെഫ്റ്റനന്റ് ഊദ്യ തക്ക് പहुंच गए. അദ്ദേഹം എന്ത് ചെയ്തു, എത്തിച്ചേർന്നു. മനസ്സിലായോ? ഓയെ തക്സീമെ ഹിന്ദിക്ക് ബാദ്, തക്സീം പറഞ്ഞാണ് തക്സീം, ഇതെന്താണ് ആരും ഉണ്ടാത്തത്, ഇനി ഒരിക്കലും ഞാൻ ഇത്ര നേരത്തെ നോക്കൂല. തക്സീം പറഞ്ഞാണ് വിഭജനം, എന്താ പറയാ, വിഭജനം. തക്സീമെ ഹിന്ദു പറഞ്ഞാലോ ഇന്ത്യ വിഭജനം, അല്ലെ? ഇന്ത്യ വിഭജനത്തിന് ശേഷം തക്സീമ ഹിന്ദുക്ക് ബാദ് എന്ന് പറഞ്ഞാല് ഇന്ത്യ വിഭജനത്തിന് ശേഷം 1947 ईस्वी में आप എന്ത് ചെയ്തു, പാകിസ്ഥാൻ ടൈംസ് അഖ്ബാർ കെ മുദീർ പറഞ്ഞ എഡിറ്റർ ആയി. അദ്ദേഹം 1947 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടന്നു. എന്താണ്, ഇന്ത്യയില് എന്ത് ചെയ്തു, ഇന്ത്യ വിഭജിച്ചു, അല്ലെ? തക്സീമ ഹിന്ദ് പറഞ്ഞാല് ഇന്ത്യ വിഭജനം. ഇന്ത്യ വിഭജനത്തിന് ശേഷം 1947 ईस्वी അദ്ദേഹം എന്ത് ചെയ്തു, പാകിസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ പേരെന്താണ്, പാകിസ്ഥാൻ ടൈംസ് എന്ത് ചെയ്തു, മുദീർ പറഞ്ഞാണ് എഡിറ്റർ ആയി. പിന്നെ 9 മാർച്ച് പറഞ്ഞാല് 9 മാർച്ച് 1951 ईस्वी को फैज को रावलपिंडी साजिश केस में मदद करने के इल्जाम में उस वक्त की हुकूमत ने उन्हें गिरफ्तार कर लिया. 1951 മൂപ്പരുടെ ജീവിതത്തിൽ എന്താണ് വളരെ ദാരുണമായ ഒരു സംഭവം, മൂപ്പരുടെ ദൗർഭാഗ്യം എന്ന് പറയാം. മൂപ്പർ എന്ത് ചെയ്തു, മൂപ്പർ 4 വർഷം 6 മാസം എത്ര മൂപ്പർ എന്ത് ചെയ്തു, ജയിലിൽ കടന്നു. എന്തിന്റെ പേരിൽ അറിയോ, റാവൽപിണ്ടി സാജിഷ് എന്ന് പറയും. സാജിഷ് പറഞ്ഞാണ്, സാജിഷ് അറിയോ ആയിരിക്കും, സാജിഷ് പറഞ്ഞാല് ഗൂഢാലോചന എന്താ പറയാ, കോൺസ്പിറസി, ഗൂഢാലോചന. പിന്നെ മാർച്ച് 9 മാർച്ച് 1951 കേട്ടോ, 51 പറഞ്ഞ എത്രയാണ്, 91 അല്ലേ? 51 ईस्वी को ഫൈസിനെ എന്ത് ചെയ്തു, റാവൽപിണ്ടി സാജിഷ്, അതിന്റെ പേരെന്താണ്, റാവൽപിണ്ടി സാജിഷ് ആണ്. റാവൽപിണ്ടി എന്ന സ്ഥലത്തിന്റെ പേര് റാവൽപിണ്ടി സാജിഷ് ആണ്. റാവൽപിണ്ടി ഗൂഢാലോചന എന്ന പേരിൽ ഒരു കേസ് ഉണ്ട്. ആ കേസിൽ എന്ത് ചെയ്തു, അതിലെ ആളുകളെ മദത് കർണ എന്ന് പറഞ്ഞാണ് സഹായിച്ചതിന്റെ ഇൽസാം പറഞ്ഞാലോ ആരോപണം, മദത് പറഞ്ഞാൽ സഹായിച്ചു എന്ന ആരോപണത്തിലെ ഉസ് വക്തിക്ക് ഹുക്കൂമത്ത്, ആ കാലഘട്ടത്തിലെ ഭരണകൂടം ഉസ് വക്തിക്ക് ഹുക്കൂമത്ത് എന്ത് ചെയ്തു, ഉനെ അദ്ദേഹത്തെ ഗിറഫ്താർ കർണ എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തു. എന്താണ്, അറസ്റ്റ് ചെയ്തു. മൂപ്പര് എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. മൂപ്പര് 4 വർഷം, പിന്നെ എത്ര മാസം, 6 മാസത്തോളം മൂപ്പര് എന്ത് ചെയ്തു, 2-6 മാസത്തിനോട് മൂപ്പര് എന്ത് ചെയ്തു, 4 വർഷം 2 മാസം മൂപ്പര് എന്ത് ചെയ്തു, ജയിലിൽ കടന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം മൂപ്പർക്ക് ഒരു ഓഫർ കൊടുത്തു ഗവൺമെന്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാട് വിടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മൂപ്പര് ലണ്ടനിൽ പോയിട്ട് എന്ത് ചെയ്തു, ആരെ പിന്നാലെ താമസിച്ചു, ആ സമയത്ത് ആരെ പിന്നാലെ താമസിച്ചത്, വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. ആ എഴുത്തുകാരന്റെ പിന്നാലെ മൂപ്പരും പോയിട്ട് എന്ത് ചെയ്തു, താമസിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പൊ ഓക്കെ, അഹമ്മദ് ഫറാസ് ഉണ്ടായിരുന്നു മൂപ്പരപ്പം.
അഹമ്മദ് ഫറാസ് ഉറുദുലെ മൂപ്പരെ കവിതകൾ പഠിക്കും. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പിന്നെ ഗസലിലും പഠിക്കും നമ്മള്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, പിന്നെ എന്താണ് റാവൽപിണ്ടി സാജിഷിൽ മൂപ്പരെന്ത് ചെയ്തു, ആളുകളെ സഹായിച്ചു എന്നതിന്റെ ഇൽസാമിമേ ആരോപണത്തിൽ മൂപ്പരെന്ത് ചെയ്തു, ഉസ് വക്തിക്ക് ഹുക്കുമത്തിന്, ആ കാലഘട്ടത്തിലെ ഹുക്കുമത്ത് മൂപ്പരെന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. പിന്നെ മുഖ്തലിഫ് ജയിലോമേ ഗുസാരെ, ഗുസാറ എന്ന് പറഞ്ഞാണ് ജീവിതം കഴിച്ചു കൂട്ടുക. ഗുസാർണ എന്ന് പറഞ്ഞാല് ജീവിതം, ഗുസർണ കടന്നു പോവുക. ഗുസാർണ എന്ന് പറഞ്ഞാലോ പള്ളി നിൽക്കുക, അല്ലെങ്കിൽ കഴിച്ചു കൂട്ടുക, അല്ലെങ്കിൽ കഴിച്ചു കൂട്ടുക. ഓക്കെ, ഇത് ട്രാൻസിറ്റീവ് വെർബാണ്. ഓക്കെ, അത് കഴിഞ്ഞു ഒരുപാട് ജയിലുകളെ മൂപ്പരെന്ത് ജീവിതം കഴിച്ചു കൂട്ടി. ജഹാസെ, ജഹാസറാലോ അവിടുന്ന്, ആ ജയിലിൽ നിന്ന് മൂപ്പരെന്ത് ആക്കോ അദ്ദേഹത്തെ. 2 അപ്രിൽ ഏപ്രിൽ 2 1955 പച്ചപ്പനിലെ 1955 ഈസവീക്കോ റിഹാ കർണ, റിഹാ കർണ എന്ന് പറഞ്ഞാൽ റിഹാ കർണ റിലീസ് ആക്കുക. റിലീസ് പറഞ്ഞാണ് മോചിതനാക്കുക. റിഹാ കർദിയ ഗയ, അദ്ദേഹത്തെ എന്ത് ചെയ്തു, റിലീസ് ആക്കപ്പെട്ടു, അദ്ദേഹത്തെ എന്ത് ചെയ്തു, മോചിപ്പിച്ചു. അപ്പോ മൂപ്പരുടെ ഏറ്റവും വലിയ നല്ല മനോഹരമായ ഒരു കാവ്യ സമാഹാരമുണ്ട്, ഷീരി മജ്മു ഉണ്ട്. എന്താണ് ഷീരി മജ്മു ഉണ്ട്. ആ ഷീരി മജ്മുവിന്റെ പേര് ഞാൻ പറഞ്ഞുതരട്ടോ. എന്ന് വെച്ചാ സിന്ദാൻ. സിന്ദാൻ പറഞ്ഞാൽ അറിയോ, സിന്ദാൻ, സിന്ദാൻ നാമ എന്ന് പറയും. നാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാമ എന്ന് പറഞ്ഞാൽ കഥ എന്നർത്ഥം അല്ലെ, അല്ലെങ്കിൽ കത്ത് എന്നർത്ഥം ഉണ്ട് അല്ലെ. സിന്ദാൻ നാമ എന്ന് പറഞ്ഞാലോ ഒരു തടവ് പുള്ളിയുടെ കഥക്കാണെന്ന് പറയാ സിന്ദാൻ നാമ എന്ന് പറയാം. സിന്ദാൻ എന്ന് പറഞ്ഞാല് തടവ് പുള്ളി കേട്ടോ, പ്രിസണർ. തടവ് പുള്ളിയുടെ കഥ എന്നുള്ള പേരിൽ മൂപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാവ്യ സമാഹാരം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ഒട്ടുമിക്ക കവിതകളും മൂപ്പർ എവിടെ വെച്ചിട്ട് എഴുതിയാണ് അറിയോ, എവിടെ വെച്ച് എഴുതിയാണ്, ജയിലിൽ വെച്ചിട്ട് മൂപ്പര് എഴുതിയതാണ് ഈ കാലഘട്ടത്തില് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറയാൻ പോണത്. സിന്ദാൻ നാമാക്കി എന്നാണ്, അതായത് സിന്ദാൻ നാമയിലെ സിന്ദാൻ നാമ പറഞ്ഞാണ് ഷീരി മജ്മുഅ കാവ്യ സമാഹാരം, മൂപ്പരുടെ കവിതകളുടെ സമാഹാരത്തിന്റെ ഒരു ബുക്കിന്റെ പേരാണ്. സിന്ദാൻ നാമയ്ക്ക് ബേഷ്തർ, ബേഷ്തർ പറഞ്ഞാണ്, ബേഷ്തർ മറന്നു, നമ്മൾ എവിടെയും പഠിച്ചു നമ്മള്. ബേഷ്തർ, ബേഷ്തർ പറഞ്ഞാണ് സിംഹം, ഒട്ടുമിക്കം. എന്താണ് ഒട്ടുമിക്ക അല്ലെ, എന്താ പറയാ, ഒട്ടുമിക്ക. ബേഷ്തർ, ഒട്ടുമിക്ക. ബേഷ്തർ ബच्चे ആജ് नहीं हुए, ഒട്ടുമിക്ക കുട്ടികളൊന്നും ചെയ്യില്ല, അന്ന് വന്നിട്ടില്ല അല്ലെ. ബേഷ്തർ പറഞ്ഞാല് ഒട്ടുമിക്ക. നസ്മെ, നസ്മെ പറഞ്ഞാൽ നസ്മുകൾ. ഇസി ഇർസേമെ, ഇസി ഇർസേമെ എന്ന് പറഞ്ഞാൽ ഇതേ കാലഘട്ടത്തിൽ, ഇർസ എന്ന് പറഞ്ഞാല് കാലം. ഇസി ഇർസേമെ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലാണ് ലിഖി ഗയി ഹെ എഴുതപ്പെട്ടിരിക്കുന്നത്. മൂപ്പരുടെ സിന്ദാനാമയിലെ ഒട്ടുമിക്ക നസ്മുകളും ഈ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഏത് കാലഘട്ടത്തില്, മൂപ്പര് ജയിലായ കാലഘട്ടം അല്ലെ. 4 വർഷം തന്നെ അല്ലെ, 4 വർഷം 6 മാസം തന്നെ തോന്നിച്ച്. ഓക്കെ, 6 മാസം അല്ല, 2 മാസം ഉണ്ടോ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് അദ്ദേഹത്തിന്റെ ഷീരി മജ്മുഅ പറയാൻ പോകണം കേട്ടോ. അതിന്റെ കവിതകളുടെ സമാഹാരത്തിന്റെ പേരാണ് ഷീരി മജ്മുഅ. അതിന്റെ പേരാണ് ഞാൻ പറയാൻ പോണത്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നക്ഷ് ഫരിയാദി, എന്താണ് നക്ഷ് ഫരിയാദി, പിന്നെ ദസ്തേ സ്വബ, പിന്നെ സിന്ദാനാമ, പിന്നെ ദസ്ത് തഹ്സംഗ്, പിന്നെ സർവാദി സീന, പിന്നെ ഷാമി ഷഹരിയാറ, പിന്നെ മേരെ ദിൽ മേരെ മുസാഫിർ. പിന്നെ ഇതുവരല്ലേ മേരെ ദിൽ മേരെ മുസാഫിർ വരെ 7 എണ്ണല്ലേ. ആ 7 എണ്ണാണ് അദ്ദേഹത്തിന്റെ എന്തുള്ളത്, ഈ 7 എണ്ണോട് എന്ത് ഷീരി മജ്മുഅ എന്ത് കാവ്യ സമാഹാരം അദ്ദേഹത്തിന്റെ. ഇനി അപ്പൊ ഒന്ന് പറയും സാറ് അതിന്റെ ശേഷം നിസ്ഖായ വഫ എന്നുണ്ടല്ലോ. നിസ്ഖ എന്ന് പറഞ്ഞാല് ട്രിക്കുകള്, രീതികള്. പിന്നെ നിസ്ഖായ വഫ, വഫാറ പ്രണയത്തിന്റെ രീതികള് പറഞ്ഞിട്ട്, പിന്നെ ട്രിക്കുകള് പറഞ്ഞിട്ട് ഒരു പിന്നെ ഉണ്ടല്ലോ. അതെന്താണ്, അത് കുല്ലിയാത്താണ്. അതെന്താണ് കുല്ലിയാത്ത്. അതിൽ ചിലപ്പോ എന്തുണ്ടാവും, എല്ലാ കവിതകളും ഉള്ളത് ഏതിലുണ്ടാവും, ചിലപ്പോ എല്ലാ മജ്മുഅയിലും ഉള്ളത് ഏതിലുണ്ടാവും, കുല്ലിയാത്തിലുണ്ടാവും. ബൊഗൈറ അദ്ദേഹത്തിന്റെ എന്താണ്, ഉൻകി ഷായിരിക്കെ മജ്മുഅ ഹെ, അദ്ദേഹത്തിന്റെ കവിതകളുടെ എന്താണ് സമാഹാരമാണ്. ഒന്നുകൂടി പറയും, നക്ഷേ ഫരിയാദി. നക്ഷേ ഫരിയാദി പറഞ്ഞാല് പിന്നെ വിലാപത്തിന്റെ രൂപം, ഡാൻസ. പിന്നെ ദസ്തേ സ്വബ എന്ന് പറഞ്ഞാല് പിന്നെ സ്വബ പറഞ്ഞാല് മന്ദമാര, പിന്നെ എന്താണ് പ്രഭാതത്തിൽ അടിക്കുന്ന ഒരു മന്ദമാരതനല്ലേ, കാറ്റില്ലേ, മന്ദമാരുതന്റെ കരങ്ങളിലെ. സിന്ദാനാമ എന്ന് പറഞ്ഞാല് ജയിൽ പുള്ളിയുടെ കഥ. ദസ്തു തഹ്സംഗ് പറഞ്ഞാല്, ദസ്തു പറഞ്ഞ കരം,
തഹ് പറഞ്ഞ അടിയില്, സംഘ് പറഞ്ഞ കല്ല്. സംഘ് പറഞ്ഞാലോ പിന്നെ കല്ലിന്റെ അടിയിൽ, അതായത് നിവൃത്തി കേട് എന്ന് അതിന് പറയും. എന്താണ് നിവൃത്തി കേടിന് പേർഷ്യനിൽ പറയുന്നതാണ് സംഘവും. ഞാൻ ആരാണ് മജ്ബൂർ റൂം എന്നതിൽ പറയുന്ന പകരം എന്ത് പറയാം, സംഘം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. പിന്നെ സർ വാദിസീന, പിന്നെ ഷാമെ ഷഹരിയാറാൻ, എന്താണ് ഷഹരിയാറാൻ ഓക്കെ. പിന്നെ മേരദിൽ മേരെ മുസാഫിർ, എന്റെ മനസ്സ് എന്റെ യാത്ര പറഞ്ഞിട്ട് അത് മറുക. നുസ്ഖ എന്ന് പറഞ്ഞാണ് ട്രിക്കുകള്, കുറിപ്പുണ്ടാവില്ല, നുസ്ഖായ മഫ, പ്രണയത്തിന്റെ കുറിപ്പുകൾ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം. ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ആദ്യം പഠിച്ചത് നമ്മൾ എന്താണ് മൂപ്പരുടെ ജീവിതം, മറ്റേ നമ്മൾ പഠിച്ചത് മൂപ്പരുടെ കലാജീവിതത്തെ കുറിച്ച് ചെറിയ രീതിയിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷം അവസാനം പറഞ്ഞത് മൂപ്പരുടെ മജ്മുഅയെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് ഫൈസ് അഹമ്മദ് ഫൈസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഒറ്റ പ്രാവശ്യം വായിച്ചു നോക്കുക, എവിടെയും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.